അസ്സലാമലൈക്കും, നമസ്കാരം. ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു റെസിപ്പി വീഡിയോ അല്ല, ഇന്ന് ടെസ്റ്റിമോണിയൽസ് ഇടാമെന്ന് ഓർത്തു. കുറച്ച് ടെസ്റ്റിമോണിയൽസ് കിട്ടിയത് ഒക്കെ കൂടി കമ്പൈൽ ചെയ്ത് മാർച്ച് എൻഡും മെയ് മാസത്തെ ടെസ്റ്റിമോണിയൽസാണ്. അപ്പോൾ ഈ ടെസ്റ്റിമോണിയൽ ഫോട്ടോസ് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളുടെ ആ ചെറിയ കഥകൾ, ഇത് ഉണ്ടാക്കിയതിനെ പറ്റിയും അത് സെർവ് ചെയ്തതിനെ പറ്റി, പിന്നെ നിങ്ങളുടെ പ്രസൻറ്റേഷൻ സ്റ്റൈലൊക്കെ കാണാൻ നല്ല രസമാണ്. അത് ഇനിയും ഷെയർ ചെയ്യണം. നിങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ ഫോട്ടോ അയക്കാൻ എങ്ങനെയാണെന്നൊക്കെ ഓർക്കണ്ട. എനിക്ക് ഒരുപാട് സന്തോഷമാണ്. നിങ്ങളൊരു ചെറിയ ക്ലിക്ക് എടുത്ത് എനിക്ക് അയച്ചാൽ വളരെ സന്തോഷം. പിന്നെ എല്ലാവർക്കും കാണാം അല്ലോ. അപ്പോൾ ട്രൈ ചെയ്യാനൊരു എൻകറേജ്മെൻറ്റാണ് പുതിയ റെസിപ്പീസ്. പിന്നെ നോമ്പായിട്ട് ഇഫ്താർ വീഡിയോ ഇടാൻ കുറച്ച് പേര് ചോദിച്ചിരുന്നു. ഞാൻ ട്രൈ ചെയ്യാഞ്ഞിട്ടല്ല കേട്ടോ. ആ നേരത്ത് ഒരു ഓട്ടമാണ്. 7 മണി കഴിയുമ്പോഴാണ് ഇവിടെ നോമ്പ് തുറക്കുന്നത്. ഞാൻ വൈകുന്നേരമാണ് നോമ്പ് തുറ ഐറ്റംസിനൊക്കെ കിച്ചണിൽ കയറുന്നത്. അതിനു മുമ്പ് രാവിലെയൊക്കെ വേറെ പണികളും ഓരോ പരിപാടികളാണ്. അപ്പോൾ ആ നേരത്തെ എങ്ങനെയെങ്കിലും ഓടി ആണ് എത്തിക്കുന്നത് നോമ്പ് തുറക്കാൻ നേരത്ത്. ഏകദേശം നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പ് ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് എത്താറുള്ളൂ. ആ ടൈമിൽ വെള്ളവും ചായയും ജ്യൂസും എല്ലാം റെഡിയാക്കി ടേബിളിൽ എത്തിക്കാൻ ഒരു ഓട്ടമാണ്. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ക്യാമറ എടുക്കാൻ എനിക്ക് പറ്റണില്ല. സോറി. ഞാൻ ഇനിയും ട്രൈ ചെയ്യാം, പറ്റിയാൽ ട്രൈ ചെയ്യാം. നോമ്പ് കാലത്ത് ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, കൂടുതൽ ഐറ്റംസ് ഉണ്ടാക്കുന്ന ദിവസം മിക്കപ്പോഴും വല്ലതൊക്കെ ഫ്ലോപ്പ് ആവാൻ സാധ്യത കൂടുതലാണ്. സിമ്പിളായിട്ട് കുറവ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ നോമ്പ് തുറക്ക് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ഒരു സ്നാക്ക്. ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ ഇവിടെ വീട്ടിൽ. അതിന് വേണ്ടി ആവശ്യമുള്ള ഐറ്റംസും പിന്നെ ഡിന്നർ കുറച്ച് കഴിയുമ്പോൾ കഴിക്കും. ഹസ്ബൻഡ് പള്ളിയിലൊക്കെ പോയി വന്നിട്ടാണ് ഡിന്നർ കഴിക്കുന്നത്. പിള്ളേർ അതിന് മുമ്പ് കഴിച്ച് തീർക്കും. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഐറ്റംസാണ്. പിന്നെ അത്താഴത്തിന് കഞ്ഞി, സാൻഡ്വിച്ചസാണ് ഇവിടെ കൂടുതലും ഇഷ്ടം. മിക്ക ദിവസവും സ്ക്രാമ്പിൾഡ് എഗ്സ് ഉണ്ടാവും. പിള്ളേർക്ക് ഇഷ്ടമാണ് സാൻഡ്വിച്ച്, സ്ക്രാമ്പിൾഡ് എഗ്, കഞ്ഞി. പിന്നെ തലേന്ന് നോമ്പ് തുറ ഐറ്റം അല്ലെങ്കിൽ ഡിന്നറിന് ഉണ്ടാക്കിയത് പറ്റിയ ഒരു ഐറ്റം ആണെങ്കിൽ അത് ചൂടാക്കി അത് കഴിക്കും. ഇനിയും റെസിപ്പീസ് ഇടാൻ നോക്കാം നല്ലത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ പോരാ, ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കോൺ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലേ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ അറിയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.